രാജ്യത്തെ 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ കൂടുതൽ ഗൗരവത്തിൽ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് NDA അധികാരികളെ, ചെയർമാനെയും അതോടൊപ്പം തന്നെ ഡയറക്ടർ ജനറലിനെയും ഒക്കെ പാർലമെൻ്ററി സമിതിക്ക് മുമ്പാകെ ഇന്ന് വിളിച്ചു വരുത്തിയത്. അപ്പോൾ 2 പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു ഇന്ന് ഉദ്ദേശിച്ചത്. അത് നേരത്തെ തന്നെ പബ്ലിക് ഡൊമൈനിൽ വന്നതാണ്. പ്രധാനമായും നേരത്തെ തന്നെ മുൻപിലുള്ള രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ ഏത് വിധത്തിൽ NDA നടപ്പിലാക്കിയിട്ടുണ്ട് എന്നുള്ളത്, അതോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു തരത്തിൽ വലിയ ആശങ്ക നിലനിൽക്കുമ്പോൾ അതിൻ്റേതായ ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ NDA സമീപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പാർലമെൻ്ററി കമ്മിറ്റി ആരാഞ്ഞത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനിൽ ഇരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പൂർണ്ണതയിലേക്ക് കടക്കാൻ ഇപ്പോൾ അവർക്ക് പരിമിതിയുണ്ട് എന്നുള്ളതാണ് NDA അധികാരികൾ അറിയിച്ചത്. ഏതായാലും അത് കഴിയുന്ന മുറയ്ക്ക് അതിൻ്റേതായ നിലയിലുള്ള അറിയിപ്പുകൾ ഉണ്ടാകും എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ കാര്യത്തിൽ NDAക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ മൊത്തത്തിൽ രാജ്യത്തിൻ്റെ പരീക്ഷാ നടപടിക്രമങ്ങളുടെ ഡിഗ്നിറ്റിയെ, ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന തരത്തിൽ ഈ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഈ വിവാദ സംഭവം വഴിവെച്ചിട്ടുണ്ട് എന്നവർ സമ്മതിക്കുകയുണ്ടായി. ആ കാര്യത്തിൽ എല്ലാ പാർലമെൻ്ററി മെമ്പേഴ്സും സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സും അതൃപ്തി രേഖപ്പെടുത്തുകയും ഇക്കാര്യത്തിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിലുള്ള വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് ഇപ്പം ഈ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നടക്കുന്ന ചർച്ചകൾ പൂർണ്ണതോതിൽ നമുക്ക് വെളിപ്പെടുത്താനാവില്ല. പക്ഷേ ഈ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള വീഴ്ചകൾ, ഇപ്പോൾ പ്രത്യേകിച്ചും 10 ദിവസക്കാലം കഴിഞ്ഞായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കേജ് എന്ന് പറയപ്പെടുന്ന പ്രസ്തുത സംഭവം ലഭ്യമായതിന്, അല്ലെങ്കിൽ അത് നടന്നതിന് ശേഷം 10 ദിവസം കഴിഞ്ഞായിരുന്നു പരീക്ഷയൊക്കെ. അപ്പോൾ ഇൻ്റലിജൻസിൻ്റെ ഫെയിലിയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കാര്യത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത്, ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് എന്നുള്ളതൊക്കെ അവിടെ വരികയുണ്ടായി. ഏതായാലും ഈ വിഷയത്തിൽ സംഭവിച്ചതായിട്ടുള്ള വീഴ്ച തുടർന്നും ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. ഇപ്പോൾ ഈ NDA നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ആദ്യത്തെ സംഭവമല്ല ഉണ്ടാകുന്നത്. ഒന്നിലേറെ തവണയും മുൻകാലങ്ങളിൽ പക്ഷേ ഇങ്ങനെ ഈ പരീക്ഷ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇതിലെന്താണ് പാർലമെന്റ് സമിതി എടുത്തൊരു നിലപാട്, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ ഒരു അഭിപ്രായം എന്താണ്? ഈ കാര്യത്തിൽ ഒരു റെസ്പോൺസിബിലിറ്റി അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇപ്പോൾ തുടർച്ചയായ സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും ഏതെങ്കിലും ഒരു അന്വേഷണ കമ്മിറ്റി വരുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ വെളിച്ചത്ത് വരാത്ത രീതിയിൽ, ഇപ്പോൾ ഈ പറയപ്പെടുന്ന സംഭവവികാസം രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് പരീക്ഷ പൂർണ്ണതോതിൽ റദ്ദ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉന്നത അധികാരികൾ ഉൾപ്പെടെ അതിൻ്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായി. അപ്പോൾ ആ ഒരു നിലയിൽ തന്നെ ഈ കാര്യത്തിൽ ഉള്ള കടുത്ത ആശങ്ക പങ്കുവച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഉന്നത അധികാരികൾ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമല്ലല്ലോ വീഴ്ച സംഭവിച്ചുള്ളത്. കാരണം ഇത് കൊണ്ടുപോയി നടത്തുന്നത് സംബന്ധിച്ച് വളരെ NTA-യുടെ ഡയറക്ടർ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്ന ചില പോസ്റ്റുകളൊക്കെ പിന്നീട് പിൻവലിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത്തരത്തിലൊരു മത്സര പരീക്ഷയിൽ ഇങ്ങനെ ഒരു വീഴ്ച എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് കാണാൻ കഴിയും. ഒരിക്കലും ചെറിയ കാര്യമായി കാണാത്തതുകൊണ്ടാണ് പാർലമെൻ്ററി സമിതി ഈ കാര്യം ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ, അദ്ദേഹം ഈ കാര്യത്തിൽ വില കുറച്ച് കാണിച്ചതായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പാർലമെൻ്ററി സമിതിയുടെ ഈ കാര്യത്തിലുള്ള നിലപാടുകൾ മുൻപ് പാർലമെൻറ്റിൽ സമർപ്പിച്ചതായ റിപ്പോർട്ടിൽ NDA-യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ചകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശുപാർശകൾ സമർപ്പിച്ചതിനെയൊക്കെ വിമർശിച്ചതിനെയും വലിയ തോതിൽ ചർച്ചയാക്കാൻ ഈ പാർലമെൻ്ററി സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് ഈ കാര്യത്തിൽ പാർലമെൻ്ററി സമിതിയുടെ ഡിഗ്നിറ്റി, ക്രെഡിബിലിറ്റി നിലനിർത്തത്തക്ക വിധത്തിൽ ഇനിയും ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ മത്സര പരീക്ഷാ നടപടിക്രമങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കി വിശ്വാസ്യതയുള്ള തരത്തിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള കർക്കശ രൂപേണയുള്ള നിലപാടാണ് ഇവിടെ ആവർത്തിച്ചിട്ടുള്ളത്.